ഇക്കഴിഞ്ഞ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് വിവിധ വകുപ്പുകളുടെ ഏകോപിതമായ പ്രവർത്തനം മൂലമാണെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച വിവിധ വകുപ്പുകളെ ആദരിക്കുന്നതിന് പമ്പ ശ്രീരാമസാകേതം ഓഡിറ്റോറിയത്തിൽ ചേർന്ന അനുമോദന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വകുപ്പുകളുടെ കൂട്ടായ്മയും നേതൃത്വപരമായ പ്രവർത്തനങ്ങളും ഇത്തവണത്തെ തീർത്ഥാടനം മഹത്തരമാക്കി. തീർത്ഥാടന കാലത്ത് ചില കേന്ദ്രങ്ങളിൽ നിന്നും വ്യാജ പ്രചരണങ്ങൾ ശബരിമലയെ തകർക്കാൻ കരുതിക്കൂട്ടി നടത്തുകയുണ്ടായി. എന്നാൽ ഇതിനെയെല്ലാം തരണം ചെയ്യുന്നതിന് വിവിധ വകുപ്പുകളുടെ സജീവമായ ഇടപെടൽ സഹായകരമായി. ഇതൊരു മാതൃകയാക്കി ഏറ്റെടുത്തുകൊണ്ട് 2024-2025 തീർത്ഥാടനം മികവുറ്റതാകണം. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇത്തവണ ദർശനം നടത്തിയത്. തീർത്ഥാടന കാലത്ത് ഓരോ സന്ദർഭത്തിലും ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. തുടർച്ചയായിട്ട് 90,000-ലധികം ഭക്തർ എത്തുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന തിരക്ക് എന്താണെന്ന് ഊഹിക്കാവുന്നതാണ്. 18-ാം പടി കയറാനുള്ള പ്രയാസം, അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. ആ പ്രയാസങ്ങളെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ടാണ് 52 ലക്ഷത്തിലധികം ഭക്തർ ഈ സീസണിൽ നമ്മുടെ ശബരിമലയിൽ വന്നുപോയത്. സാധാരണഗതിയിൽ ഇത്രയധികം ഭക്തർ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം ചില ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഉണ്ടായ സമയത്ത് തന്നെ ദേവസ്വം ബോർഡും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ദേവസ്വം വകുപ്പൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചു പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ചില ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും തുടരുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം എപ്പോഴും തുടരുന്നത് നമ്മുടെ ശബരിമല എന്നുള്ള ഈ മഹത്തായ തീർത്ഥാടന കേന്ദ്രത്തെ തന്നെ പുറകോട്ടടിപ്പിക്കാനോ അല്ലെങ്കിൽ തകർക്കാനോ ഒക്കെയുള്ള ശ്രമം ഉണ്ടാകും. അടുത്ത തീർത്ഥാടനകാലം സംബന്ധിച്ച മുന്നൊരുക്ക അവലോകന യോഗം കൂടുതൽ ഉപകാരപ്രദമാകുമെന്ന് ആന്റണി എം പി പറഞ്ഞു. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനെ അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ MLA പൊന്നാട അണിയിച്ച് ആദരിച്ചു. അടുത്ത മണ്ഡലകാലത്തിന് മുമ്പ് ദേവസ്വം ബോർഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗസ്റ്റ് ഹൗസുകളുടെ നവീകരണം, ഗതാഗത നിയന്ത്രണങ്ങൾ, ഇടത്താവളങ്ങളിൽ ഭക്ഷണം, കുടിവെള്ളം, പാർക്കിംഗ് സൗകര്യങ്ങൾ തുടങ്ങിയവ കൂടുതൽ മെച്ചപ്പെടുത്തണം. വിശ്രമ കേന്ദ്രങ്ങൾ കൂടുതൽ ആത്മീയ കേന്ദ്രങ്ങളാക്കി മാറ്റണമെന്നും MLA പറഞ്ഞു. പ്രതിസന്ധികളെ മറികടക്കാൻ സാധിച്ചതാണ് തീർത്ഥാടന വിജയത്തിന് വഴിയൊരുക്കിയതെന്ന് അഡ്വക്കേറ്റ് കെ ജനേഷ് കുമാർ MLA പറഞ്ഞു. വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായെങ്കിലും പതറാതെ മുന്നോട്ട് പോയി ലക്ഷ്യത്തിലെത്താൻ സാധിച്ചതായും MLA കൂട്ടിച്ചേർത്തു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത്, പീരുമേട് MLA വാഴൂർ സോമൻ, ദേവസ്വം ബോർഡ് മെമ്പർമാരായ ജി സുന്ദരേശൻ, അജികുമാർ, ദേവസ്വം വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം, IG സ്പർജൻ കുമാർ, പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ, പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി V അജിത്ത്, കോട്ടയം ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്, പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹനൻ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.